ഹായ് എവരിവൺ. ഇന്ന് നമുക്കൊരു ട്രിപ്പ് പോയാലോ? ഒരു ജർമ്മനി ഡെൻമാർക്ക് ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ആദ്യം ജർമ്മനിയിലെ ഹാൻബർഗിൽ ഒരു മിനിയേച്ചർ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ കൺട്രിയുടെയും മിനിയേച്ചർ വേർഷൻസ് അവിടെ ഉണ്ടാവും കേട്ടോ. അമേരിക്ക തൊട്ട് നമ്മൾ യൂറോപ്പിലെയും എല്ലാ സ്ഥലങ്ങളുടെയും മിനിയേച്ചർ വേർഷൻസ് അവിടെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. അപ്പം നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലൈറ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കഴിയുമ്പോൾ ഓണും ഓഫും ആക്കും. അപ്പം നൈറ്റിൽ ഈ കൺട്രി എങ്ങനെയാണ് കാണാനുള്ളതെന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ പ്രകാശം വന്ന് കണ്ടോ? ഇപ്പോൾ ഇത് ഡേ വ്യൂ ആണ്. എന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ടിട്ട് ഉള്ള സെറ്റപ്പാണ്. ഇതൊരു ഇൻഡോർ ആയിരുന്നു. അപ്പോൾ എല്ലാ സെറ്റപ്പ് ഇൻഡോർ ആയതുകൊണ്ട് ഇവർക്ക് അതിനനുസരിച്ച് ലൈറ്റിൻ്റെ കാര്യങ്ങൾ മാറ്റാൻ പറ്റും. ഓരോരുത്തരും നല്ല പ്രിസിഷൻ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഏത് കൺട്രിയാണെന്ന് അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ എയ്റോപ്ലെയിനിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ളത്തിൽ കൂടെ ഒരു ബോട്ട് പോകുന്ന ഒരു വിഷ്വൽ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും വെള്ളമൊന്നുമല്ല. ഇതവർ എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ ഒരു ലൈറ്റിങ് പോയി വാട്ടറിൻ്റെ എഫക്റ്റ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കിൽ തണ്ടർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇരുട്ടുള്ള ഒരു വ്യൂവിൽ ഇതെങ്ങനെയാണ് കാണുന്നതെന്നാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പയ്യെ ഇരുട്ട് മാറിയിട്ട് നമുക്ക് പ്രകാശം വരുന്നത് കാണാൻ പറ്റുന്നില്ലേ. ഇപ്പം നൈറ്റ് മാറി ഡേ ആയി എന്നുള്ള രീതിയിൽ ഇപ്പോൾ സൂര്യനും വന്നു എന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ. അതുപോലെ നമ്മൾ ഒരു ഫുൾ എന്താ പറയുക ഡേയിലുള്ള ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ക്ലൗഡിൻ്റെ ചേഞ്ച് കാണാൻ പറ്റും. കണ്ടോ ഇപ്പോൾ റെഡ് സ്കൈ ആയി മാറി. അങ്ങനെ ഒരു ഷിപ്പ് പോകുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇത് കാണാൻ. നമുക്ക് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നും നമുക്ക്. കാരണം ഈ ചേഞ്ച് ക്ലൗഡിൻ്റെ മെയിൻ ചേഞ്ച് വരുന്നത് അത് പ്രൊജക്ടർ വെച്ചിട്ടെന്തോ ആണ് ഈ ഒരു സെറ്റപ്പ് എടുത്തു വെച്ചിരിക്കുന്നത് അവർ. പിന്നെ താഴെ ജസ്റ്റ് ഒരു വെള്ളത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പോലെ നമ്മൾക്കെന്തോ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യും. അത് നൈറ്റ് ആകുമ്പോഴാണ് കുറച്ചും കൂടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് കുറച്ചും കൂടെ രസം. ലൈറ്റ് ഓഫ് ചെയ്യാതെ ആണെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇത് വെള്ളമല്ല, ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനത്തിൽ കൂടെ പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തത് ആണ് ഈ വോൾക്കാനോ എറപ്ഷൻ. ഇതൊരു ഒന്നൊന്നര സാധനമായിരുന്നു കേട്ടോ. ഇത് 20 മിനിറ്റോ എന്തോ കൂടുമ്പം വൺസാണ് ഇത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇരുട്ടാവുന്ന ടൈമിൽ ഇത് പ്ലേ ചെയ്യുക. കാരണം ആ സമയത്ത് നമുക്ക് ഈ ഒരു ഇറപ്ഷൻ്റെ ഈ മറ്റേന്താ ആ ഒരു വര പോലെ വരുന്നില്ലേ അത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് ഇതുപോലെ എന്തോ ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പൊട്ടി എറപ്ഷൻ വരുന്ന പോലത്തെ ഒരു ഫീല് തരുന്ന ഒരു ഇതായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഗോലാൻഡിൽ പോയി. ഞാൻ പറഞ്ഞില്ല ഡെൻമാർക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായിരുന്നു ഡെൻമാർക്ക്. അവിടെ ലെഗോലാൻഡാണ് നമ്മൾ പോകുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് മിനിയേച്ചറായിട്ട് ഈ ലെഗോസ് വെച്ചിട്ട് എല്ലാം ലെഗോസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് ആംസ്റ്റർഡാമോ എങ്ങാണ്ട് മിനിയേച്ചർ വേർഷനാണെന്ന് തോന്നുന്നു ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാ കൺട്രീസിൻ്റെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കണ്ടോ ക്രോക്കഡൈലാണെങ്കിൽ ഈ മനുഷ്യനാണെങ്കിലും ഇതെല്ലാം ലെഗോ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എത്ര കണക്കിന് ലെഗോസ് ഉണ്ട് എന്ന് നമുക്കറിയില്ല. അതുപോലെ ഇതിൽ കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. ഇത് ലെഗോലാൻഡ് ആയതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലെ വണ്ടർലാൻഡ് അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറേ ബോട്ടിങ് തൊട്ട് നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും വന്ന് നമുക്ക് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഇത് കല്ലിൽ കുത്തിയിട്ടിരിക്കുന്നതാണ്. കല്ലിൽ ഇതൊരു സ്പൈഡർ, അതും ലെഗോയും കൊണ്ട് ഉണ്ടാക്കുന്ന സ്പൈഡർ, അതിൻ്റെ മൂവ്മെൻറ്റും. ഇത് കാറാണെങ്കിലും ഇത് ഫുള്ള് ലെഗോയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാറാണ്. ഈ വിൻഡ് മില്ലാണെങ്കിലും ഇങ്ങനെ എല്ലാ സാധനങ്ങളും ലെഗോ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ലെഗോയ്ക്ക് ഷോപ്പുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലെഗോസ് മേടിക്കാനും പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ കഴിക്കാൻ മേടിക്കുമ്പോൾ അതിൽ പോലും ലെഗോയുടെ ഷേപ്പിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ലെഗോ ഇതാണ് ഈ ഒരു ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ബോട്ടാണെങ്കിലും ഷിപ്പാണെങ്കിലും ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും മൂവ് ചെയ്യുന്നത് എല്ലാം ലെഗോയും കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫീൽഡ് കണ്ടു കേട്ടോ. ഡെൻമാർക്കിൽ തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ടുലിപ്പ് ഫാം കണ്ടു. അവിടെ നമ്മൾ കുറച്ച് നേരം ടൈം